ഇന്ന് ഗുഡ് മോർണിംഗിന് പകരം ഒരു അത്തം ദിനാശംസകളായാലോ? രാവിലെ തന്നെ കിട്ടിയ തുമ്പക്കുടം പാലപ്പവും വെച്ച് ചാണകം മെഴുകി ഞാൻ തുടങ്ങിയിട്ടോ അത്തപ്പൂക്കളിടാൻ. നിങ്ങളും അത്തപ്പൂക്കളിട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾ എത്ര പേർക്ക് നമ്മളെ പഴയ നൊസ്റ്റൂയിലേക്ക് പോയിട്ടുണ്ടാവും? ഞാൻ എന്നും അത്തപ്പൂക്കളിടുമ്പോൾ ഞാൻ മക്കളോട് പറയും കേട്ടോ, ഞങ്ങളൊന്നും ഇങ്ങനെയല്ലായിരുന്നു, റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിടുന്ന പൂക്കൾ വെച്ചിട്ടല്ല ഇടാറുള്ളത്. ഞങ്ങൾ തൊടിയിലും പറമ്പിലും കിട്ടുന്ന എല്ലാ പൂക്കളും പറിച്ചിട്ടാണ് ഇടാറെന്ന് പറയും കേട്ടോ. ശരിക്കും അങ്ങനെയാണ് ഒരു സുഖം എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പൂവിൻ്റെ പേരും മണവും കളറൊക്കെ മനസ്സിലാക്കി തൊടിയിൽ നിന്നും പറക്കിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ പറിച്ചുകൊണ്ട് വരുന്ന ആ പൂക്കൾ നമ്മൾ പൂക്കൾ ഒരുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടുകാരും ഒത്തുകൊണ്ട് ഒരു 10 ദിവസം ഒരു അത്തപ്പൂക്കളുടെ എണ്ണ നെട്ടോട്ടായിരിക്കും കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് വേണമല്ലോ സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ ഇന്നും അത്തപ്പൂക്കളിടുന്ന ഡ്യൂട്ടി എനിക്കായിരിക്കും. മിക്കപ്പോഴും നമ്മൾ തൊടിയിൽ നിൽക്കുന്ന പൂക്കളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകളും അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാനൊക്കെ കൊച്ചിയിലെ പൂക്കളിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും അറിയാം, എല്ലാ ചെടികളും കണ്ടാലറിയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ലായിരിക്കും. മാത്രമല്ല, ചാണകം മെഴുകുന്നതിനോടോ ചാണകത്തിൻ്റെ സ്മെല്ലിനോടോ ഒരു അറപ്പോ ഒരു വെറുപ്പോ ഒന്നും തോന്നിയിരുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു കാലം അല്ലേ. ഇനി അങ്ങനെയുള്ള കാലം വരാനും കുട്ടികൾ അങ്ങനെയൊക്കെ ആവാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളും കുട്ടികൾ അങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലതാണെങ്കിൽ പറയണം. അപ്പം ഞാൻ പൂക്കളമൊക്കെ ഇട്ട് തിരിച്ച് മടങ്ങി വരുന്ന വഴി, പൂ പറിച്ച് മടങ്ങി വരുന്ന വഴി ഒരു ചെറിയ ലൂബിയുടെ തൈ കിട്ടി. കിളികൾ കാഷ്ടിച്ച് പോയ കുരുമുളച്ചതായിരിക്കും. ഞാനും എന്തായാലും അത് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കാരണം എനിക്കിഷ്ടമാണ് ലൂബി. അങ്ങനെ മടങ്ങി വരുമ്പോൾ മുന്നേ ഞാൻ പാകി വെച്ചിട്ടുള്ള കോഴിവാലൻ ചെടിയുടെ വിത്തുകളെല്ലാം മുളച്ച് നിൽക്കുന്നുണ്ട്. അത് വലുതായിട്ട് നട്ടിട്ടാണ് ഒരു പൂങ്കാവനം സൃഷ്ടിക്കാൻ. ഇതായിരുന്നു എൻ്റെ അടുത്ത സന്തോഷം. ഒരു സുഹൃത്ത് തന്ന അഗ്ലോണിമയാണ് സാഫൊക്കെ പുരട്ടി വെച്ചുകൊണ്ട് പുള്ളിക്ക് മോളെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം ഹാപ്പിയാണ് കേട്ടോ.